എടാ ഞാൻ ഇന്ന് വീട്ടിൽ പോവല്ലയോ, നീ ഇപ്പോഴാണ് ഈ കടയെ കുറിച്ച് പറയുന്നത്? എടാ 1.5 മാസം കൊണ്ട് ആ കടയിൽ എന്തൊരു തിരക്കാന്നറിയാം. അവിടോട്ടൊന്നും അടുക്കാൻ പറ്റത്തില്ല. ഇപ്പോഴല്ലേ ഒന്നും അടുക്കാൻ പറ്റില്ല, അതുകൊണ്ടാ. എനിക്കാണ് നല്ല വിഷമമായി. ഇന്ന് പോയാൽ കിട്ടൂ. കിട്ടിയില്ലെങ്കിൽ നമ്മൾ കിട്ടിക്കും. നീ വാ. എടാ നീയല്ലേ പറഞ്ഞ കുഞ്ഞുണ്ണയുടെ സാമ്പാർ കടയെന്ന്? എന്നിട്ട് എഴുതിച്ചിരിക്കുന്ന പേര് വേറെയാണല്ലോ. അളിയ, ഈ കടയുടെ മുതലാളി പൊറോട്ട കടയും ദോശക്കടയായിട്ടൊക്കെ തുടങ്ങിയതാ. പക്ഷെ ഇതങ്ങോട്ട് ക്ലച്ച് പിടിച്ചില്ല. അപ്പൊ ഇത് പൂട്ടാറായി അതിന്റെ വക്കത്ത് നിൽക്കുമ്പോഴാണ് നമ്മുടെ കുഞ്ഞുണ്ണിയെ നമ്മുടെ മുതലാളിക്ക് കിട്ടുന്നത്. കുഞ്ഞുണ്ണി നല്ല ബീഫും ചിക്കനൊക്കെ ഉണ്ടാക്കിയോട് കൊടുത്തു കാണും ഇല്ലയോ? നമ്മൾ ഈ കടയിൽ വന്ന് എന്തോ സാമ്പാർ എന്തോ ഈ സാമ്പാർ കാരണമാണ് ഈ കട ഹിറ്റായത്. സാമ്പാർ കാരണം ഹിറ്റായിരുന്നു? നിനക്കറിയോ ഇവിടെ ഒരു ദിവസം എത്ര ലിറ്റർ സാമ്പാറാ വിറ്റ് പോകുന്നത്? വെയിറ്റ്, ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. ചേട്ടാ, 2 സെറ്റ് പൊറോട്ടയും ഒരു 1/2 ലിറ്റർ സാമ്പാർ. അയ്യോ, സാമ്പാർ തീർന്നു കേട്ടോ. ബീഫോ മട്ടനോ ചിക്കനോ വല്ലോ ആണെങ്കിൽ നമുക്ക് എടുക്കായിരുന്നു. അണ്ണാ, എന്നാലേ നിങ്ങൾ ആ സാമ്പാർ ഉണ്ടാക്കിയ ചെമ്പുണ്ടല്ലോ, അതെങ്കിലും ഞങ്ങൾ വടിച്ചായാലും അങ്ങ് തിന്നോളാം. അയ്യോ, അതിനകത്തൊരു 10-20 പേര് കയറിയിരുന്ന് കടിപിടി കൂടിക്കൊണ്ടിരിക്കുക. ഒരാൾ കയറി കിടക്കുകയും ചെയ്തു. എടാ എനിക്ക് എങ്ങനെ ഒപ്പിച്ചാടാ? എടാ ഞാനിന്ന് വൈകിട്ട് പോവില്ലോടാ. എടാ എങ്ങനെ ഒപ്പിച്ചാടാ? പ്ലീസ് പ്ലീസ്. അണ്ണാ, 2 സെറ്റ് പൊറോട്ട എടുക്കുക, ബാക്കി പിന്നെ പറയാം. അണ്ട് സാമ്പാറില്ലേ, പൊറോട്ട മാത്രമേ ഉള്ളേ. എന്നാലും എടുത്ത് സാമ്പാറിന് ടേസ്റ്റ് എങ്ങനെയാടാ വന്നെ? നല്ല മുരിമുരിഞ്ഞ 2 പൊറോട്ടയ്ക്കകത്തുണ്ട് നല്ല തിളച്ച സാമ്പാർ കുത്തി കോരി ഒഴിക്കും. അപ്പൊ ഈ സാമ്പാറിനകത്തില് നമ്മുടെ ഈ മുരിഞ്ഞ പൊറോട്ട ഇങ്ങനെ പായ്ക്കപ്പൽ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒലഞ്ഞൊലഞ്ഞിരിക്കും. കഴിഞ്ഞിട്ട് ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മുരിഞ്ഞ പൊറോട്ട ആ സാമ്പാറിലോട്ട് കുതിർന്ന് അങ്ങോട്ട് ഇറങ്ങും. അത് ഓരോ പ്രശ്നമായിട്ട് വായിലോട്ട് വെച്ച് ഓരോ കൊണ്ട് വലിച്ചെടുത്തോണ്ടല്ലോ മോനെ, സ്വർഗമാ സ്വർഗം. അങ്ങോട്ട് കഴിച്ചോണ്ടല്ലോ ബീഫും ചിക്കനും ഒക്കെ ഇതിന്റെ 7 എല്ലത്തോട് അടുക്കത്തില്ല. പിന്നെ ഇത് മതി നിനക്ക്. എനിക്ക് കിട്ടിയേ എടുത്തുള്ളൂ, കഴിക്കണം. അവിടെ ചായ വിട്, വായി നോക്കിക്കൊണ്ടിരിക്കുക. പൊറോട്ട കേട്ടോ. ഗ്രേവി എന്തിന്റെ വേണം? മട്ടന്റെ ഉണ്ട്, ബീഫിന്റെ ഉണ്ട്, ചിക്കന്റെ ഉണ്ട്. എന്തിന്റെ വേണ്ട? സാമ്പാർ. അത് ഇവിടെ ഇല്ലെന്ന് ഞാൻ മുമ്പേ പറഞ്ഞല്ലോ ചേട്ടാ. മിസ്റ്റർ വിധു പ്രതാപ്, KLM മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനിയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ വിധു പ്രതാപ്. എനിക്ക് ഒട്ടും സമയമില്ലാത്ത മനുഷ്യനാ. ടേക്ക് യുവർ സീറ്റ്. ആ ഉണ്ണിക്കുട്ടനെ കണ്ടായിരുന്നെങ്കിലേ അങ്ങനെ അടുത്തെങ്കിൽ ചോദിക്കാം സാമ്പാർ. അയ്യോ, സാമ്പാർ ഇല്ല, തീർന്നു. ഹസ്ബൻഡ് അങ്ങ് ഗൾഫിലാണ്. അപ്പൊ എന്തിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് പുള്ളിക്കാരന് വല്ല ഗ്രാഹ്യമില്ല. അപ്പം ഞാനാണ് ഇതിനെ കുറിച്ചെല്ലാം പറഞ്ഞു കൊടുക്കുന്നത്. വെരി 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 ഗുഡ്. മേഡത്തെ കണ്ടാൽ തന്നെ അറിയാം മേഡം ഒരു ഇന്റലിജന്റ് ആണെന്ന്. മേഡം 100 കോടിന്റെ ബിസിനസ് ഐഡിയ ആണ് എന്റെ കയ്യിൽ. ടിഷ്യൂ പേപ്പർ എവിടെ വെച്ച്? ആൽഫ മിഷന്റെ സൈഡിൽ ഇരിപ്പുണ്ട്. ഞാൻ കൈയ്യഴാൻ പോയപ്പോ കണ്ടായിരുന്നു. ഞാൻ ഇത്രയും എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് യൂണീക്ക് ആയിട്ടുള്ള എന്തെങ്കിലും ബെനിഫിറ്റ്സ് വേണേ. ഇവിടെ ആണെങ്കിൽ സാമ്പാർ ഇരിപ്പുണ്ട്, എപ്പോ വന്ന് ചോദിച്ചാലും ഞാൻ തരാം. അങ്ങനെയാണെങ്കിൽ ഞാൻ ഡബിൾ ഇൻട്രസ്റ്റഡ് ആയി. ഹസ്ബൻഡിനോട് വീട്ടിൽ പോയിട്ട് പെട്ടെന്ന് പറഞ്ഞേക്കാം. എടാ സാധനമുണ്ട് തരാത്തതാ, അയാളെ പിടിച്ചാൽ മതി. ഞാൻ എപ്പോഴും ഇവിടെ കാണും. വിധു പ്രതാപ്. അതെ, ഇവിടുത്തെ ഫുഡ് എങ്ങനെയുണ്ട്? എന്റെ പൊന്നുണ്ട് ഉള്ളത് പറയാമല്ലോ. വെറും ഓവറായി സാധനം. 2 പൊറോട്ട മേടിച്ച 1 മണിക്കൂറായി, ഒരു കറി ഇട്ടിട്ടില്ല, സാമ്പാറില്ല. ഞാൻ റെക്കമെൻഡ് ചെയ്യൂല. ഞാനെന്തോ അബദ്ധത്തിൽ വന്ന് കയറിയതാ. ഇവനും മുതലാളിയായിരുന്നു. നിന്നോട് ഞാൻ പറഞ്ഞോട്ട് ജോലിക്കടെ നീ നൺ ഓഫ് ബിസിനസ് നടത്തല്ലോ കേട്ടോ. പോയി ചായ അടിക്കണം. മുതലാളി കോട്ട്. ഇന്നെന്തുവായാലും ഉണ്ണിക്കുട്ടനുമായിട്ട് പരിചയമാവും. അവനെ പൊക്കും, നമ്മുടെ കടയിലേക്ക് കൊണ്ടുപോകും. വിളിക്കാം. അയ്യോ കുഞ്ഞുണ്ണി, ഇതെന്തോ ചെയ്യുക? ഗ്ലാസ് ഒക്കെ ഒന്ന് തുടച്ചേക്കായിരുന്നു മലയാളി. മക്കളെ, നീ രാവിലെ സാമ്പാർ ഉണ്ടാക്കി ക്ഷീണിച്ചല്ലേ, നീ ഇതൊന്നും തുടക്കണ്ട. മോൻ അതങ്ങോട്ട് വെക്ക്. മോൻ പോയി റെസ്റ്റ്. നിങ്ങൾ ഇവിടുന്ന് സാമ്പാർ എടുത്ത് മറിച്ച് വെക്കുന്ന കാര്യം എനിക്കറിയാം. ആര് പറഞ്ഞു? നിങ്ങൾ പറഞ്ഞു കേട്ടു. ഞാനേ കടയുടെ പുറയിലത്തെ നമ്മുടെ തോടുണ്ടല്ലോ, അതിൻ്റെ അവിടെ കെട്ടിയിട്ടുണ്ട്. എടുത്തോ, ഫണ്ടിങ് നേരം എൻ്റെ അക്കൗണ്ടിലോട്ട്. ഞാൻ ഇനി പതുക്കില്ലേ പറഞ്ഞു. ഈ ചെവി അടഞ്ഞിരിക്കുന്ന സമയത്ത് ഫോൺ വിളിക്കുമ്പോൾ സൂക്ഷിക്കണം. ചുറ്റുള്ള എല്ലാരും കേൾക്കും. ഈ ചെവി അടഞ്ഞിരിക്കുവായിരുന്നു. എങ്കിലേ ഒരു കാര്യം ചെയ്യും, ഒരു കൂടെ സാമ്പാർ എടുത്തോണ്ടേ അങ്ങോട്ട് വാ കേട്ടോ. തുടക്കണം.
കായത്തിന്റെ മണമൊക്കെ ഉണ്ടല്ലോ മൂക്കൂടി ഇങ്ങനെ തുളച്ച് കയറുന്നു. ചേർന്നിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ സൂപ്പറാ. അതിനെ അങ്ങ് കിടത്തി കുളിപ്പിക്കണം. അയ്യോ ചേട്ടൻ എടുക്കല്ലേ, മൊത്തം നക്കി കഴിഞ്ഞില്ല, ഞാൻ നക്കി കഴിഞ്ഞേ ഉള്ളു. അതിന് കുഴപ്പമില്ല, നക്കട്ടെന്ന്. എനിക്കൊരു ഐഡിയ. ആ കുഞ്ഞിനെ വെച്ചിട്ട് നമുക്കൊരു ഷോപ്പ് ഇട്ടാലോ? ഇല്ലില്ലില്ല, ഞാൻ ചെറുതായിട്ടൊരു കമ്പനി ആക്കി വെച്ചിട്ടുണ്ട്. അല്ല, നീ ഇന്ന് UK പോയില്ലയോ? എനിക്കിത് മതി. കുഞ്ഞുണ്ണെ പൊക്കുന്നു, ഷോപ്പ് തുടങ്ങുന്നു, ഹിറ്റ് ആവുന്നു. എനിക്ക് വയ്യടാ UK പോയി പശുവിനെ കറക്കാം, എനിക്ക് വയ്യ. എന്തായാലും ഇന്ന് തന്നെ കൊണ്ടുവരാം. നിങ്ങൾ ഇങ്ങനെ നടക്കേണ്ട ഒരാളാണോ? അല്ല, നിങ്ങൾ ചിന്തിക്ക്, ഞങ്ങളുടെ കൂടെ വന്നു കഴിഞ്ഞാൽ കുഞ്ഞിന് ഗുണം മാത്രമേ ഉണ്ടാകത്തുള്ളൂ. നാളത്തേക്കുള്ള സാമ്പാർ പെട്ടെന്ന്. ആ ധാർഷ്ട്യം കണ്ടോ? കുഞ്ഞിനെ ഉണ്ടാക്കിയത് അങ്ങനെയാണോ? ആണോ? അല്ലല്ലോ, പിന്നെന്താ അങ്ങനെ പറഞ്ഞേ? ചിന്തിക്ക് കുഞ്ഞുണ്ണി, ഞങ്ങളുടെ കൂടെ വന്നു കഴിഞ്ഞാൽ ഒരു ജീവിതം ഉണ്ടാവും. നിന്നെ ഞങ്ങളെ പൊന്നുപോലെ നോക്കൂ. കുഞ്ഞുണ്ണിക്ക് വേണ്ട ഒരു ചെറിയ ജീവിതം. അതൊന്നും അല്ലടോ, കഴിഞ്ഞ ഒരാഴ്ചയായിട്ടെ ഞങ്ങളിവിടെ പോലീസ് വണ്ടി ഇവിടെ കിടക്കുന്നുണ്ടോ? അത് പെട്രോളിങ്ങിനൊന്നും അല്ലായിരുന്നു, ഇവിടുന്ന് സാമ്പാർ കഴിക്കാൻ വേണ്ടിയാ. ഇതുവരെ സാമ്പാർ കിട്ടിയില്ല. ഈ വട്ടം ഞങ്ങൾക്ക് സാമ്പാർ കിട്ടിയേ പറ്റത്തുള്ളൂ. അയ്യേ, അതായിരുന്നോ? പോലീസൊക്കെ അങ്ങ് വെളിയിൽ. എനിക്ക് തോന്നുമ്പോഴേ സാമ്പാർ കൊടുക്കുള്ളൂ. ഈ അടച്ചു ഇങ്ങോട്ട് വന്നേ. ഇതാരാ വന്നേക്കെന്ന് നോക്കിയേ. കുഞ്ഞുണ്ണി, എന്താണ് ഇവിടെ? അപ്പൊ നിങ്ങൾ തമ്മിൽ നേരത്തെ അറിയോ? അപ്പൊ കാര്യങ്ങളൊക്കെ എളുപ്പമായല്ലോ. പിന്നെ അവൻ ഇന്ന് രാവിലെ കൂടി ഇവിടെ വന്നതല്ല ഉള്ളൂ. അവൻ എവിടെ കടയിലും കണ്ടിരിക്കുന്നുണ്ട്. അവിടത്തേക്ക് സാമ്പാർ ഞാനാ കൊടുക്കുന്നേ. അപ്പൊ നിങ്ങളെ സാമ്പാർ ഉണ്ടാക്കുന്ന അയ്യോ, ഞാനൊന്നും പറഞ്ഞിട്ടില്ല ഞാനാ സാമ്പാർ ഉണ്ടാക്കുന്നതെന്ന്. ആ മുതലാളി എന്തിനാ എനിക്ക് 40,000 രൂപ തരുന്നത് പോലും എനിക്കറിയത്തില്ല. ഞാൻ അതുകൊണ്ടൊക്കെ അവിടുത്തെ പണിയൊക്കെ ചെയ്യുന്നേ. പണ്ട് ഞാൻ വിശന്ന് തളർന്ന് വന്നപ്പോൾ ഇവിടുത്തെ വത്സലേച്ചി എനിക്ക് കുറച്ച് ചോറും സാമ്പാറും തന്നെ. എനിക്ക് ആ ടേസ്റ്റ് ഇതായിട്ട് തോന്നിട്ടില്ലല്ലോ. അല്ലെങ്കിലും മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലല്ലോ. ഗുണപാഠം. ബെസ്റ്റായിട്ട് അരിയും പച്ചക്കറി നല്ല അളവിലാ. നല്ല പോലെ അരിയും. ഫ്ലൈറ്റ് തീറിയല്ലോ. പിന്നെ ഇവിടെ തന്നെ കൂടാ. അമ്മ സാമ്പാറൊക്കെ ഉണ്ടാക്കുമല്ലോ. അപ്പൊ ഞാന് നീ അറിയാനില്ല ഇങ്ങോട്ട് കയറിയെന്നെ, അതുപോലെ പോയാൽ മതി. നീ വന്നേ. അവനെ പൊക്കും, നമ്മുടെ കടയിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ നമ്മൾ രക്ഷപ്പെടും. നോക്കിക്കോ.